ഹലോ. ഇപ്പം നമ്മുടെ വിജയ് സേതുപതിയുടെ തലൈവൻ തലൈ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. അത് പാണ്ഡ്യരാജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഭേദപ്പെട്ട സിനിമയാണ്. ഒരു ലോക്കൽ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. ഇതേ ഒരു ലോക്കൽ രീതിയിലാണ് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയം അറിയാമല്ലോ, നല്ല നടനാണ്. ഭേദപ്പെട്ട രീതിയിൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് വിജയ് സേതുപതി. പിന്നെ നിത്യാമേനോനാണ് നായിക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ആകാശ് വീരൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നിത്യാമേനോൻ്റെ പേര് പേരരശ്. അപ്പോൾ ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. ഇദ്ദേഹം ഒരു പൊറോട്ട മേക്കറാണ് ഈ വിജയ് സേതുപതി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഒരു ഭേദപ്പെട്ട ഒരു ഹിസ്റ്റോറിക് എബിലിറ്റിയൊക്കെ ഉള്ള ഒരു ലൈവ്ലിയായിട്ടൊക്കെ അഭിനയിക്കുന്ന, ഡെപ്തിലേക്ക് പോകുന്ന ഒരു നടനാണ്. അപ്പോൾ നിത്യാമേനോനാണ് ഇതിനകത്ത് ഹീറോയിനായിട്ട് വന്നിരിക്കുന്നത്. നിത്യാമേനോൻ്റെ അഭിനയം ഭേദപ്പെട്ട രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പടം ഒരു ഭേദപ്പെട്ട ഒരു പടമാണ്. അത്യാവശ്യം കുറച്ച് ലോക്കൽ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അവരുടെ കുറേ ജീവിതത്തിലെ കുറേ ക്ലാഷും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒരു വാച്ചബിൾ മൂവി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വർത്ത് വാച്ചിങ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു വലിയ സംഭവമൊന്നുമില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, മലയാള സിനിമയിലെ പല സിനിമകളേക്കാളും നല്ലതാണ്. ഇപ്പോൾ ഒരു മാരീചൻ എന്ന് പറയുന്ന ഒരു പൊളിഞ്ഞ പടം ഇറങ്ങിയതല്ലോ ഫഹദ് ഫാസിലിൻ്റെ. എല്ലാ ഷോട്ടിലും എല്ലാ രംഗത്തും ഒരേപോലെ ഉപയോഗിക്കുന്ന ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന അയാളെ പടത്തേക്കാളും ഭേദപ്പെട്ട പടമാണ് ഇത് പറയുന്നത്. പിന്നെ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളൊക്കെ നല്ല നടനല്ലേ വിജയ് സേതുപതി എന്ന് പറയുന്നത്. മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലിനെ പോലൊന്നുമില്ല. ഇയാളൊരു ഭേദപ്പെട്ട രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മനസ്സിലായോ? താങ്ക് യു ഫോർ വാച്ചിങ്.